ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈനിൽ വാട്ടർ സ്പ്ലാഷ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മനോഹരമായിട്ട് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ പറയാൻ പോകുന്നത്. സാധാരണയായിട്ട് നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒബ്ജക്ട് സെലക്ഷൻ ടൂളോ മറ്റു സെലക്ഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഇമേജിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാലും പൂർണ്ണമായിട്ടും ഇതുപോലെ വാട്ടർ സ്പ്ലാഷ് അതുപോലെ തന്നെ സ്മോക്ക് പോലുള്ള ടൈപ്സ് ഓഫ് എഫക്ട്സ് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റാറില്ല. അപ്പൊ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളയാന്നുള്ളതാണ്. സാധാരണയായിട്ട് നമുക്ക് PNG ഇമേജസ് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഇമേജസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡിസൈനിൽ അത് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ നമുക്ക് ഇതേപോലെ JPEG ഇമേജസ് ആണ് കിട്ടുന്നതെങ്കിൽ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉള്ള ഇമേജസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് എങ്ങനെ കളയാം എന്നാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഒരു വാട്ടർ സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു ലെയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് കളറാണ്. അതായത് ഈ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിന് പകരം നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു എലമെന്റ്സ് ആയിരിക്കാം. കാരണം അതിലേക്കാണല്ലോ നമ്മൾ ഈ ഒരു വാട്ടർ സ്പ്ലാഷിന്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് റാസ്റ്ററൈസ് ചെയ്യാം. സ്മാർട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം റാസ്റ്ററൈസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഇമേജ് തംബ്നെയിലൂടെ കാണാം. അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് അമർത്തിക്കൊണ്ട് സെലക്ട് പിക്സൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ ആ ഇമേജ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി Ctrl+C അമർത്തിയിട്ട് കോപ്പി ചെയ്യാം ആ ഇമേജിനെ. Ctrl+D അമർത്തി ഡീസെലക്റ്റും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു മാസ്ക് ചെയ്യാനുള്ള ഒരു ഐക്കൺ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലെയർ മാസ്ക് വന്നിട്ടുണ്ട്. ആ ലെയർ മാസ്കിന്റെ തംബ്നെയിൽ ഓൾട്ട് അമർത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആയിട്ട് വരും. ഇനി Ctrl+V അമർത്തിയിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ നമുക്ക് ആ ഇമേജ് അവിടെ പേസ്റ്റ് ആയി വന്നിട്ടുണ്ട്. Ctrl+D അമർത്തി ഡീസെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ലെയർ മാസ്കിന്റെ തംബ്നെയിലുള്ള ഈ ഒരു ഇമേജിനെ നമുക്ക് Ctrl+I അമർത്തിക്കൊണ്ട് ഇൻവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കാണാം, ഇൻവേർട്ട് ചെയ്തപ്പോൾ ഏകദേശം നമുക്കത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പെർഫെക്ഷൻ വരണമെങ്കിൽ നമ്മൾ വീണ്ടും ആ ഇമേജിന്റെ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള ഒരു എഫക്റ്റിലേക്കായിരിക്കും വരിക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണോ എന്ന് നോക്കാം. വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ആക്കിയിട്ടിട്ട് ഓക്കെ കൊടുക്കുക. ദെൻ Ctrl+Delete കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം ഇവിടെ ആ ഇമേജ് ലെയറിലെ ഇമേജ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊരു PNG അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ഇമേജ് ആക്കി മാറ്റണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അമർത്തിക്കൊണ്ട് കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് കാണാം അതൊരു ട്രാൻസ്പെറന്റ് ഇമേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു വ്യത്യാസവും മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമുക്ക് ആ കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഫോട്ടോഷോപ്പിന്റെ ഒരുപാട് ബേസിക് ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറ്റു ഫോട്ടോഷോപ്പ് ഫയലുകൾ, അതുപോലെ ഇൻസ്റ്റാളേഷൻ ഫയൽസ്, ഫോണ്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല ട്യൂട്ടോറിയൽസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. നെക്സ്റ്റ് ട്യൂട്ടോറിയലായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.